ദുരിതബാധിതരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക. പി. മുജീബുർ റഹ്മാൻ, അമീർ, ജമാഅത്തെ ഇസ്ലാമി, കേരള. പ്രിയ സുഹൃത്തുക്കളെ, കേരളം വീണ്ടും ഒരു വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. മുമ്പും പലതവണ നമുക്ക് പ്രളയത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. 2018-ഉം 2019-ഉം നമ്മുടെ മുന്നിലുണ്ട്. നാം ഒരു ശരീരം പോലെ ഒരുമിച്ച് നിന്നാണ് അതിനെ അതിജീവിച്ചത്. സമാനമായ കാലാവസ്ഥ തന്നെ വീണ്ടും കേരളം അഭിമുഖീകരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതക്കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട മനുഷ്യജീവിതങ്ങൾ ധാരാളമാണ്. വീട് നഷ്ടപ്പെട്ടവർ, ഉപജീവനോപാധി പൂർണ്ണമായും ഇല്ലാതായവർ, ഭക്ഷണവും വസ്ത്രവും കുടിവെള്ളവും മരുന്നും പോലെയുള്ള നിരവധി അടിസ്ഥാന ആവശ്യങ്ങൾ തടയപ്പെട്ട് ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെട്ടവർ, ഇവരെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തുക. ഒറ്റപ്പെട്ട തുരുത്തുകളിൽ എവിടെയും ഒരാളും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ദീനീ ബാധ്യതയാണ്. തീരദേശങ്ങളിലും മലയോര മേഖലകളിലും തോരാതെ പെയ്തിറങ്ങിയ മഴ ഇതിനകം നിരവധി പേരുടെ ജീവൻ അപഹരിച്ചു കഴിഞ്ഞു. ആ കുടുംബങ്ങളിലെല്ലാം നമ്മുടെ കാരുണ്യ സ്പർശം എത്തണം. ആശ്വാസവാക്കുകൾക്കപ്പുറം അവരുടെ ജീവിത താളം വീണ്ടെടുക്കാനുള്ള സാമൂഹിക കൂട്ടായ്മകളിൽ നാം നേതൃപരമായ പങ്ക് നിർവഹിക്കണം. സംസ്ഥാനത്ത് നമ്മുടെ കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നാം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. നല്ല പരിശീലനം സിദ്ധിച്ച വളണ്ടിയർമാർ, മെഡിക്കൽ വിങ്, പീപ്പിൾ ഫൗണ്ടേഷന് കീഴിലുള്ള ദുരിതാശ്വാസ സംവിധാനങ്ങളെല്ലാം പ്രവർത്തന സജ്ജമാണ്. ദുരിതം പേറുന്നവരെ ചേർത്ത് നിർത്തുന്നതിൽ മുഴുവൻ പ്രവർത്തകരും ജാഗ്രത കാണിക്കുക. വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത ദുരന്തമാണ് വരുത്തിവെച്ചത്. 250ഓളം കുടുംബങ്ങൾ ദുരന്തത്തിൻ്റെ ഇരകളാണ്. സർക്കാർ സേനയും കേരളത്തിലെ സന്നദ്ധ സംഘടനകളും നിർവഹിച്ച സാഹസികമായ രക്ഷാപ്രവർത്തനങ്ങൾ ഏറെ സ്തുത്യർഹമാണ്. ഇതിൽ IRW വളണ്ടിയർമാരുടെ സേവനം എടുത്തു പറയാവുന്നതാണ്. ഏറെ ദുർഘടമായ കുന്നുകളിലും തകർന്നടിഞ്ഞ വീടുകളിലും പരിക്കേറ്റ് കിടന്നവരെ കണ്ടെത്തുന്നതിലും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിലും കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിലുമെല്ലാം അവർ സമർപ്പിതരായി പണിയെടുത്തു. അതിലുപരി കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മുഴുവൻ പ്രവർത്തകരും പങ്കാളികളായി. നാഥൻ സ്വീകരിക്കട്ടെ. ആമീൻ. വയനാട്ടിലെല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ സന്ദർശിച്ചിരുന്നു. വേണ്ടപ്പെട്ടവരെയെല്ലാം നഷ്ടപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയാത്തവർ, ഇവരുടെ സങ്കടക്കടൽ താങ്ങാനാവാത്തതാണ്. ആശ്വാസവാക്കുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല അവരനുഭവിക്കുന്ന വേദന. അവരിൽ പലരും നിസ്സഹായരായി നോക്കി നിൽക്കെയാണ് അവരുടെ വേണ്ടപ്പെട്ടവർ മരണത്തിലേക്ക് വഴുതി വീണത്. പ്രാർത്ഥന മാത്രമായിരുന്നു അവരെ ചേർത്ത് നിർത്താനുള്ള വഴി. ഈ സങ്കടക്കടലിലും അവരുയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവരനുഭവിക്കുന്ന അനിശ്ചിതത്വമുണ്ട്. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? അവർ നമ്മോട് ചോദിക്കുന്നു. പ്രാർത്ഥനയ്ക്കും ഐക്യദാർഢ്യത്തിനുമൊപ്പം നമുക്കവരോട് ഇനിയും ഒരു വലിയ കടപ്പാട് പൂർത്തീകരിക്കാനുണ്ട്. ഈ രണ്ട് പ്രദേശത്തെയും അവിടെ അവശേഷിക്കുന്ന മനുഷ്യരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണത്. അവർക്ക് പാർക്കാൻ അപകട സാധ്യത കുറഞ്ഞ സ്ഥലം കണ്ടെത്തണം. മാന്യമായ വീടൊരുക്കണം. നഷ്ടപ്പെട്ട ജീവിതോപാധികൾ വീണ്ടെടുത്ത് കൊടുക്കണം. 1-2 ആഴ്ച കഴിഞ്ഞാൽ ആളും ആരവവും ഒഴിഞ്ഞാൽ സ്കൂളുകളിലും പള്ളികളിലുമെല്ലാമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ നിർത്തിക്കഴിഞ്ഞാൽ ഈ ജനതയ്ക്ക് മുന്നിലൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയ്ക്ക് കൂടിയുള്ള പരിഹാരമാവണം ആ ജനതയോടുള്ള ഐക്യദാർഢ്യം. ഗവൺമെൻറ്റും ചാരിറ്റി NGOകളും ചേർന്ന് നിന്നാൽ മികച്ച രീതിയിൽ പൂർത്തീകരിക്കാവുന്ന പദ്ധതിയാണിത്. ഈ ദൗത്യത്തിൽ നമുക്കും ധാരാളം ചെയ്യാനുണ്ട്. 2018-ലും 2019-ലും ദുരിതമനുഭവിച്ച മലയാളികളുടെ പുനരധിവാസത്തിൽ നന്നായി ചെയ്തവരാണ് നാം. ജീവാപായം സംഭവിച്ചവർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതതാളം വീണ്ടെടുക്കുന്നതിൽ നമുക്ക് നമ്മുടെയും കയ്യൊപ്പ് ചാർത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ.